പുതുതായി പുറത്തുവന്ന പാസ്പോർട്ട് സൂചികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളിൽ ഒന്നായി UAE വീണ്ടും മാറിയിരിക്കുന്നതിന്റെ കാര്യമാണ് ആദ്യം പറയാനുള്ളത്. ആർട്ടൺ ക്യാപിറ്റലിന്റെ പാസ്പോർട്ട് ഇൻഡെക്സിലാണ് UAE പാസ്പോർട്ട് തുടർച്ചയായി വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇത്തവണ 182 പോയിന്റാണ് UAE പാസ്പോർട്ടിന് നേടാൻ കഴിഞ്ഞത്. ഈ പാസ്പോർട്ടിന്റെ ഇൻഡെക്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്കോറാണ് UAE പാസ്പോർട്ടിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പാസ്പോർട്ട് ഇൻഡെക്സ് അനുസരിച്ച് ലോകത്തിലെ 127 രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ ആയിട്ട് UAE പൗരന്മാർക്ക് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ലോകത്തിലെ 91% രാജ്യങ്ങളിലേക്കും UAE പാസ്പോർട്ട് ഉപയോഗിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം, വിസാരഹിത സഞ്ചാര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭ്യമാണ്. ഏകദേശം 16 രാജ്യങ്ങളിലേക്ക് മാത്രമേ ഇവർക്ക് വിസയുടെ ആവശ്യം വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഇൻഡെക്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന ഇടപെടലുകളും ആഭ്യന്തര വികസനവും മാത്രമല്ല ഉഭയകക്ഷി കരാറുകളും ഒക്കെ രാജ്യത്തിന്റെ ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കുകയും അതിന്റെ പാസ്പോർട്ടിന്റെ പ്രഭാവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇൻഡെക്സ് ആണ് ആർട്ടൺ ക്യാപിറ്റലിന്റെ ഇൻഡെക്സ്. ആ ഇൻഡെക്സിലും UAE പാസ്പോർട്ട് വീണ്ടും ഒന്നാമതെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വളരെ കുറഞ്ഞ കാലം കൊണ്ട് 2017 തൊട്ട് 2026 കൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ നേട്ടമാണ് UAE പാസ്പോർട്ടിന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ആർട്ടൺ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നാട്ടിലേക്ക് പണമയക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് ദിർഹത്തിന് അല്ലെങ്കിൽ കുറഞ്ഞ വിദേശ കറൻസിക്ക് നമുക്ക് കൂടുതൽ പൈസ നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്ന സാഹചര്യമാണ്, തുടർച്ചയായി ഇടിയുന്ന സാഹചര്യമാണ് പല തരത്തിലുള്ള ആഗോള പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ 96 രൂപ 34 പൈസ എന്ന രീതിയിലാണ് ഡോളർ രൂപ വിനിമയ നിരക്ക് എത്തി നിൽക്കുന്നത്. ഇത് സ്വാഭാവികമായും മറ്റു വിദേശ കറൻസികളെയും ബാധിക്കുമല്ലോ. ഇപ്പൊ ഇന്ത്യൻ രൂപ UAE ദിർഹം വിനിമയ നിരക്കിൽ ഒരു UAE ദിർഹമിന് ഏകദേശം ഒരു 26 രൂപ 22 പൈസ വരെ കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അപ്പൊ വരും ദിവസങ്ങളിലും ഈ ഇടിവ് തുടരും. അപ്പൊ ഈ ഒരു സാഹചര്യം പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ തിരക്ക് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കുറഞ്ഞ ദിർഹത്തിന് കൂടുതൽ പൈസ നാട്ടിലേക്ക് അയക്കാൻ കഴിയുമെങ്കിലും നാട്ടിലെത്തുമ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്രദമാകുന്നത് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇന്ധന വിലയിൽ ഉണ്ടാകുന്ന വർധനവ്, ഡോളറിന്റെ ആവശ്യകത വർദ്ധിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് രൂപയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. മിക്ക കറൻസികളുടെയും സ്ഥിതി അത് തന്നെയാണ്, ഇടിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും രൂപയുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ നേരിടുന്നതെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിലും തുടരാനുള്ള സാധ്യതയാണ് വിപണി വിദഗ്ധർ പ്രവചിക്കുന്നത്. ഷാർജ എമിറേറ്റില് ഡ്രോണുകളുമായി ബന്ധപ്പെട്ട ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ വരികയാണ്. കൂടുതൽ കർശനമായിട്ടുള്ള ഇടപെടലുകൾ വരികയാണ്. ഇത് സംബന്ധിച്ച കരട് നിയമത്തിന് അംഗീകാരം നൽകിയിരിക്കുന്ന കാര്യമാണ് ഇനി പറയാനുള്ളത്. ഷാർജ കൺസൾട്ടേറ്റീവ് കൗൺസിലാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന എല്ലാത്തരം ഡ്രോണുകളുടെ ഉപയോഗം നിയന്ത്രിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. സാങ്കേതിക വിദ്യ വളരുന്നതിനോടൊപ്പം തന്നെ ഇത്തരം ഡ്രോണുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും അനിവാര്യമാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഷാർജ എമിറേറ്റിൽ ഇത്തരത്തിലുള്ള കരട് നിയമനിർമ്മാണങ്ങൾ അടക്കം പുരോഗമിക്കുന്നതെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. ദുബായ് ബർഷയിലെ സ്മാർട്ട് കുക്ക് റെസ്റ്റോറന്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്പോട്ടാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത് ഈ റെനോവേഷന്റെ ഭാഗമായിട്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു. അത് വീണ്ടും റീഓപ്പൺ ആയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അറിയിക്കാനുള്ളത്. അപ്പൊ ആളുകൾക്ക് അവിടെ ചില മികച്ച രീതിയിലുള്ള രുചി വൈവിധ്യമുള്ള ഭക്ഷണം ആസ്വദിക്കുകയും ചെയ്യാം. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എന്താണെന്ന് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്രൂത്ത് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം സ്വന്തമായിട്ട് തന്നെയാണ് അത്തരം ഒരു പ്ലാറ്റ്ഫോം ആരംഭിച്ചിരിക്കുന്നത്. അതിൽ കുറിച്ചിരിക്കുന്നത് ഇറാനെതിരെ ഇന്ന് ചൊവ്വാഴ്ച സൈനിക നടപടി ആരംഭിക്കാനിരുന്നതാണ്. എന്നാൽ ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴുള്ളത് കൊണ്ട് GCC രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി അവർ അഭ്യർത്ഥിച്ചതനുസരിച്ച് സൈനിക നടപടികൾ മാറ്റിവെക്കുന്നതായിട്ടാണ് ട്രംപ് കുറിച്ചിരിക്കുന്നത്. UAE, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടി നീക്കിവെക്കുന്നത്. സമാധാന കരാറിലേക്ക് ഇറാൻ എത്തും എന്നുള്ള ഉറപ്പ് അവർ നൽകുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയാണ് തനിക്കുള്ളത്. അതുകൊണ്ടാണ് സൈനിക നടപടി നീട്ടിവെക്കുന്നതെന്ന് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് കുറിച്ചിരിക്കുകയാണ്. ട്രംപ് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കരാറിൽ എത്തിച്ചേരാത്ത പക്ഷം ഏത് നിമിഷവും ഇറാനുമേൽ പൂർണ്ണവും ശക്തവുമായ ആക്രമണം നടത്താൻ US സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുമാണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷവുമായി ബന്ധപ്പെട്ട കാർമേഘങ്ങൾ പൂർണ്ണമായി മാറിയിട്ടില്ല.
പക്ഷെ താൽക്കാലിക വിരാമം ഒരു പോസ് അക്കാര്യത്തിൽ കൊടുത്തിരിക്കുന്നു എന്നാണ് പ്രസിഡന്റ് ട്രംപുമായി ബന്ധപ്പെട്ട ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.